ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പാനിപ്പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ചാട്ട് കോർണറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റോട് കൂടിയിട്ട് ഒരു പാനിപ്പൂരി എങ്ങനെയാണ് ഈസിയും ടേസ്റ്റിയുമായി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറ് വെച്ച് അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ റവ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് പൊടിക്കേണ്ട, ചെറുതായിട്ട് ആ കരികരിപ്പ് കെടുക്കുന്ന പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഈ റവയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ. മൈദ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ കുക്കിംഗ് ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് നോക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പരുവത്തിൽ കുഴയ്ക്കണേ. എനിക്കിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങ് കുഴിഞ്ഞു പോകണം, അങ്ങ് സോഫ്റ്റ് ആയിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഇനി റവ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോയി. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ കട്ടിയുള്ള ക്ലോത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങ് ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സമയത്ത് ഇതിലേക്ക് 2 ടൈപ്പ് വാട്ടർ പാനിപ്പരിയുടെ കൂടെ കിട്ടാറില്ലേ നമുക്ക്, അതിൽ ഇപ്പോൾ കുറച്ച് സ്വീറ്റും അതുപോലെ പുളി ടേസ്റ്റും കൂടിയിട്ടുള്ള കട്ടാമീട്ട വാട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. 2.5 കപ്പ് വെള്ളമുണ്ട്. ഇത് ഒരു 12 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് ആയിരുന്നു, അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർത്തതാണ്. ഇനി അടുത്തതായി 1.5 അച്ച് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു വേറെ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ കുതിർത്ത് വെച്ച ഡേറ്റ്സ്, ആ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ, ഡേറ്റ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ ശർക്കര പാനിയും കൂടി ഒഴിക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി ഒന്നുമല്ല, നോർമൽ മുളക് പൊടിയാണ്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിതൊന്ന് അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് വറ്റി വരും, ഒന്ന് കുറുകി വരണം. എന്താ കണ്ടോ, ഈ ഒരു പാകം കേട്ടോ. ഇപ്പോൾ അത് കുറുകി വന്നതാണിത്. ഒരു 6 മിനിറ്റ് എനിക്കിവിടെ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിനേക്കാൾ കൂടുതൽ കുറുകി പോകണ്ട. ഇത് ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റിന് ആവശ്യമുണ്ട് കേട്ടോ, അപ്പോൾ അതൊരു മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെപ്പോഴും അത് നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിലല്ലേ നമുക്കുള്ളത് കിട്ടാറുള്ളത് പാനിപ്പൂരിയുടെ കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകത്തിൻ്റെ പൗഡർ 1/2 ടീസ്പൂൺ, അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നുമല്ല, നോർമൽ നമ്മളെ മുളക് പൊടി ഉണ്ടല്ലോ, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ നോർമൽ സോൾട്ട് ചേർക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ചാട്ട് മസാല. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പാനിപ്പൂരി, അതായത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചാട്ട് മസാല ചേർക്കുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. എപ്പോഴും പാനിപ്പൂരിയുടെ വാട്ടർ എപ്പോഴും നമുക്ക് നല്ല തണുത്തിട്ടല്ലേ ഇരിക്കുക, അപ്പോൾ അതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു.
അടുത്തതായി നമുക്ക് പാനിപ്പൂരിയുടെ കൂടെ ഒരു ഗ്രീൻ വാട്ടർ കിട്ടാറില്ലേ, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു അരക്കപ്പ് പുതിനയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു അരക്കപ്പ് മല്ലിയിലയും കൂടി ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളക്, ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടാൻ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളപ്പോൾ അരിച്ചെടുത്തത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിനുള്ളിൽ ഇങ്ങനെ അരയാണ്ട് കിടക്കുന്നതൊക്കെ ഇതിലേക്ക് വരും. അപ്പോൾ നമുക്കതിങ്ങനെ വാട്ടറായിട്ട് എടുക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം, പക്ഷേ അതിൻ്റെ കളറിന് വ്യത്യാസം വരുമേ. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുക. ശേഷം ഇതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. ചാട്ട് മസാലയും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് പിങ്ക് സോൾട്ട് ഉണ്ടെങ്കിൽ പിങ്ക് സോൾട്ട് ഇടുക, ഇല്ലെങ്കിൽ നോർമൽ സോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൽപ്പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വാട്ടറി കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അടുത്തതായി നമ്മൾ പാനിപ്പൂരിയുടെ കൂടെ അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിംഗ് ചെയ്യാറില്ലേ, ഫില്ലിംഗ് നമ്മൾ വെക്കാറുണ്ടല്ലോ, ആ ഫില്ലിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി 2 പൊട്ടറ്റോ പുഴുങ്ങി ഞാൻ തോലൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഞാനിപ്പോൾ ഇതൊരു മാഷർ വെച്ച് ഉടച്ചു കൊടുക്കുകയാണ്. ഫോർക്കാണെങ്കിൽ ഫോർക്ക് വെച്ചായാലും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. മാഷറാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് കടല, ചുമന്ന കടല ഉണ്ടല്ലോ, അത് കുക്കറിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്, അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കടല താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറായാലും ഇതുപോലെ വേവിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇതൊരു മീഡിയം സവോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവോള ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡാണ് കേട്ടോ, ജീരകത്തിൻ്റെ പൊടി. ശേഷം 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ചാട്ട് മസാലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ചാട്ട് മസാല ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 പീസ് ചെറുനാരങ്ങ, അതായത് ഇത് ടേബിൾ സ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആവുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതൊരു വലിയ പാത്രമായ കാരണം ഇതൊരു ചെറിയ ബൗളിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് പാനിപ്പൂരിക്കകത്ത് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എടുക്കാനായിരിക്കും ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കുന്നതിന് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡോ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതിന് ഞാൻ 2 പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ മറ്റേ പീസ് നമ്മൾ ഈ നനഞ്ഞ തുണി തന്നെ വെച്ചിട്ട് അടച്ചു വെക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു അല്പം എണ്ണയാക്കിയിട്ട് ഇതിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ എടുത്ത പോർഷൻ കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നും ആവരുത്, അതുപോലൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ പരത്തുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ ഒരല്പം മൈദ ഇതിലേക്ക് ഈ പലകേമിലേക്ക് ഇട്ടിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പരത്തി വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അരികുവശമൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെ നിൽക്കുകയും റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊന്നും കാര്യമാക്കണ്ട. അത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ബൗളാണ്, സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇങ്ങനെ കട്ടർ ഉണ്ടെങ്കിൽ, ഫുഡ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒരുപാട് എണ്ണം പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഈസി വേ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് ഓരോന്നെടുത്ത് നമ്മളിങ്ങനെ കുഞ്ഞിതായി പരത്തിയെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ അരികൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുമേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4 എണ്ണമാണ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ 4ഉം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് 4 മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു കട്ടിയുള്ള ടർക്കി തുണി നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. കാരണം ഞാൻ എല്ലാതും തന്നെ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഞാനിപ്പോൾ ഇവിടെ എല്ലാം പരത്തിയതിന് ശേഷം ഇത് ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ളത് ഒരല്പം കുഴിയുള്ള ടൈപ്പ് പാത്രം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ആ പരത്തി വെച്ചതിൽ ഞാൻ ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രമാണെങ്കിൽ 2 3 ഒക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായ കാരണം ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പൊന്തി വരുവേ. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇതിൻ്റെ തീ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് പൊന്തി വന്നതിന് ശേഷം ആ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മളിത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് എത്ര സമയം വെച്ചാലും ഇതിൻ്റെ ക്രിസ്പിനെസ് പോവില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതിങ്ങനെ പൊന്തി തന്നെ ഇരിക്കും. റവ കൂടുതലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് വറുത്ത് കോരിയിട്ടുണ്ട്. അതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്തതും പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആ പൂരി എല്ലാം നമ്മൾ വറുത്തെടുത്ത് ഇനി ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നോക്കൂ, നമ്മളുടെ പൂരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അത് പൊന്തി കിട്ടിയിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ബൂന്തിയാണ് കേട്ടോ. ഈ ബൂന്തി ഞാൻ വാങ്ങിച്ചതാണ്. നമുക്കിത് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട് കടലപ്പൊടി വെച്ച്. അപ്പോൾ ഇതിപ്പം വാങ്ങിച്ച കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ബൂന്തി ഇല്ലയെന്ന് വെച്ച് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ബൂന്തി ഇട്ടത് കൊണ്ട് അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് ഒരു ഭംഗിയിലാണല്ലോ കിട്ടുക. ആ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പൂരി ഇങ്ങനെ എടുക്കുക, അത് ജസ്റ്റ് ഒന്ന് ഈ വിരൽ വെച്ചൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ പൂരി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ അമങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തട്ടിക്കൊടുത്തൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ ആക്കിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോസില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സോസിന്. ഒരു സ്വീറ്റ് ടേസ്റ്റും അതുപോലെ ആ ഒരു പുളി ടേസ്റ്റൊക്കെ കൂടി ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കട്ടാമീട്ട വാട്ടർ ഉണ്ടല്ലോ അത് ആക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ വാട്ടറിൽ മുക്കാം. ഏതാണോ നിങ്ങളുടെ ഒരു ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതിലാണ് ഒന്ന് മുക്കിയിട്ട് എടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ തന്നെ വായിലേക്ക് അപ്പാടെ തന്നെ കഴിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി മറ്റേ വാട്ടറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീണ്ടും അപ്പോൾ ഒരെണ്ണം കൂടി നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എപ്പോഴും നമ്മളിത് പുറത്തുനിന്നൊക്കെയല്ലേ പാനിപ്പൂരി വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.